അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 11ാമത്തെ പാഠം അദ്ദർസുൽ ഹാദി അശറ അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി. നൂൻ, യാസീൻ, അലിഫ് ലാം മീം ഖാഫ്. ഈ ആയത്തുകൾ ഓതി നോക്കൂ. കൂടുതൽ നീട്ടിയാണല്ലോ ഓതിയത്. ഇവിടെയും മദ്ദക്ഷരത്തിൻ്റെ ഉടനെ സുക്കൂന് വന്നിട്ടുണ്ട്. നൂൻ, യാസീൻ, അലിഫ് ലാം മീം ഖാഫ്. ഇവിടെ മദ്ദക്ഷരത്തിൻ്റെ ഉടനെ സുക്കൂൻ വന്നതു കണ്ടില്ലേ? ഇപ്രകാരം ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂൻ. മദ്ദക്ഷരത്തിനു തൊട്ടുപിറകെ സ്ഥിരമായ സുക്കൂൻ വന്നാൽ അൽ മദ്ദുൽ ലാസിമാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. താഴെ കാണിച്ച പോലെ ഹർഫുകളിൽ വരുന്ന മദ്ദുകൾക്ക് അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്ന് പറയുന്നു. ഖാഫ്, സ്വാദ്, ഹാമീം, ത്വാസീൻ, അലിഫ് ലാം റാ, ത്വാസീം മീം, അലിഫ് ലാം മീം റാ, കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഹാമീം, ഐൻ സീൻ ഖാഫ്. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഹാദി അശറ അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി. ഒന്നാമതായി നുൻഷിദ്, നമുക്കൊരു പാട്ട് പാടാം. ലാസിം എന്നൊരു മദ്ദുണ്ട്, ദീർഘം 3 അലിഫ് അതിനുണ്ട്. മദ്ദിൻ ലീനിൽ ഹർഫിൻ പിറകെ സുക്കൂൻ സ്ഥിരമായി വന്നാലുണ്ട്. ഒന്നാമത്തെ നക്തൂബ് കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക. കാഫ് ഹാ യാ ഐൻ സ്വാദ്, കാഫ് ഹാ യാ ഐൻ സ്വാദ്. ത്വാസീം മീം, ത്വാ സീൻ മീം. അലിഫ് ലാം റാ, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം റാ. ഐൻ സീൻ ഖാഫ്, ഐൻ സീൻ ഖാഫ്. സ്വാദ്, സ്വാദ്. ഇനി രണ്ടാമത്തെ വർക്കാണ് നുജീബ്, ഉത്തരം എഴുതുക. 1. അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്നാൽ എന്ത്? ഹർഫുകളിൽ വരുന്ന മദ്ദുകൾക്ക് അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്ന് പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.